നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് പുതിയൊരു ദിവസത്തിന്റെ തുടക്കത്തിലേക്ക് സ്വാഗതം. ഈ ദിവസത്തെ വളരെ വളരെ പോസിറ്റീവായി നിലനിർത്താൻ നമുക്ക് നല്ല ചിന്തകളോടെയൊക്കെയാണ് ഒരു ദിവസം തുടങ്ങുക അല്ലേ. വാർത്തകളുടെ ലോകത്തേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കുമെന്നതാണ്. വലിയ കോലാഹലങ്ങൾ ആ ബില്ലിനെ ചൊല്ലി നടക്കുന്നുണ്ട്. ഇന്ന് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ബില്ല് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. തുടർന്ന് 8 മണിക്കൂർ നീളുന്ന ഒരു ചർച്ചയായിരിക്കും വഖഫ് ബില്ലിന്മേൽ ഇന്ന് നടക്കുക. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ബില്ലാണിത്. ഈ ബില്ലിന്റെ കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും ഒക്കെ അല്പം പ്രതിസന്ധിയിലാണുള്ളത്. കത്തോലിക്ക സഭ പൂർണ്ണമായും ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസും ഒക്കെ അല്പം പ്രതിസന്ധിയിലാവുന്നുണ്ട്. എന്ത് നിലപാട് അവർ സ്വീകരിക്കും എന്നതാണ് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം. കാരണം ഇന്ന് വീണ്ടും KCBC ജനങ്ങൾ ഈ ബില്ലിനെ പിന്തുണയ്ക്കാത്തവർക്കുള്ള മറുപടി നൽകും എന്ന് പറയുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? കോൺഗ്രസ് നയമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സഭയുടെ ഈ നിലപാട് ഏത് തരത്തിലാവും അവരെ പ്രതിസന്ധിയിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മുന്നറിയിപ്പിന് അവരെടുക്കുക എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. ഇനി അന്താരാഷ്ട്ര തലത്തിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പതിവ് പോലെ ട്രംപ് തന്നെയാണ്. ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള ഇറക്കുമതി തീരുവ ഇന്നു മുതൽ നിലവിൽ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളൊക്കെ ഇന്നലെ തന്നെ ഓഹരി വിപണിയിലൊക്കെ ദൃശ്യമായിരുന്നു. എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ വരിക എന്നത് ഇന്നത്തെ ദിവസം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാത്തിരുന്ന് കാണാം. ഇതാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് അതിലേക്കല്ല, നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളിലേക്കാണ്. നാട്ടിൽ എന്തുണ്ട്? ആദ്യത്തെ വാർത്ത എനിക്ക് സന്തോഷമുള്ളതാണ്. എൻ്റെ നാട്ടിൽ നിന്നാണ് ആ വാർത്ത. പാലക്കാട് തൃത്താല നിവാസികൾക്ക് ആശ്വാസമാവുന്ന ഒരു വാർത്ത. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൊതുകുളത്തിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഇവിടെ പരിഹാരമാവുകയാണ്. 1 കോടി രൂപ ചെലവഴിച്ച് നടത്തുന്ന പുനരുജ്ജീവന പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണുള്ളത്. തൃത്താല നാഗലശ്ശേരി പഞ്ചായത്തിലെ മൈലാഞ്ചിക്കാട് മാങ്ങാട്ടുകുളമാണ് 1 കോടി രൂപ ചിലവഴിച്ച് നവീകരിക്കുന്നത്. 100 വർഷത്തിലധികം പഴക്കമുള്ള കുളം കാടുപിടിച്ചും അരികിടിഞ്ഞും നാശത്തിന്റെ വക്കിലായിരുന്നു. പ്രദേശത്തെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നാണ് മാങ്ങാട്ടുകുളം. ഒരു കാലത്ത് പ്രദേശത്തെ കാർഷിക മേഖലകളുടെയും കുടിവെള്ള ലഭ്യതയുടെയും പ്രധാന സ്രോതസ്. കർഷകരുടെയും ജനങ്ങളുടെയും ഏറെ കാലമായുള്ള ആവശ്യമായിരുന്നു കുളം ഉപയോഗപ്രദമാക്കുക എന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ ഇടപെടലിലൂടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത്. MP രാജേഷിന്റെ ഇടപെടലിന്റെ ഭാഗമായി 1 കോടി രൂപ ഈ കുളത്തിന് വേണ്ടി ഈ പ്രദേശത്തുകാരുടെ ആവശ്യപ്രകാരം, പഞ്ചായത്തിൻ്റെയും ഈ പ്രദേശത്തെ ജനങ്ങളുടെയും ആവശ്യപ്രകാരം അനുവദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളത്തിൻ്റെ പണി ഇവിടെ ആരംഭിച്ചത്. ടെൻഡർ എടുത്തു കഴിഞ്ഞ് കരാറുകാർ തന്നെ പെട്ടെന്ന് ഈ കുളത്തിൻ്റെ പണി നമ്മൾ വിചാരിച്ചേക്കാൾ നേരത്തെ തന്നെ കുളത്തിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ആത്മാർത്ഥത കാണിച്ചതിൽ അവരെ അഭിനന്ദിക്കുകയാണ്. കുളത്തിലെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടുക, പടവുകൾ നിർമ്മിക്കുക, സൈഡ് ഭിത്തി നിർമ്മിക്കുക, സംരക്ഷണ വേലി നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് നവീകരണത്തിന്റെ ഭാഗമായി ചെയ്യുന്നത്. 40 ഹെക്ടറിലധികം വരുന്ന കൃഷിസ്ഥലത്ത് ജലസേചനം ലഭ്യമാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് കുളിക്കുന്നതിനും മറ്റും ഈ കുളം ഉപയോഗപ്രദമാക്കാനാണ് ലക്ഷ്യം. ന്യൂസ് 18 പാലക്കാട്. ഇനി വരയാടുകളുടെ പ്രജനന കാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഇരവികുളം തുറന്ന കാഴ്ചയിലേക്കാണ്. നേരത്തെ പറഞ്ഞിരുന്നു, ഇത് തുറക്കാൻ പോവുകയാണെന്ന് വാർത്ത വന്നപ്പോഴേ പറഞ്ഞിരുന്നു. വെക്കേഷനാണ്, നമ്മുടെ കുട്ടികൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആണ് പ്രകൃതിയെ അറിയിക്കുക എന്നത്. അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്ക് തുറക്കുകയാണ്. വരയാടുകളുടെ പ്രജനന കാലത്തോടനുബന്ധിച്ച് 2 മാസം ഇവിടെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഉദ്യാനം തുറന്നതോടെ ഇടുക്കിയിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. വരയാടുകളുടെ പ്രജനന കാലവുമായി ബന്ധപ്പെട്ട് 2 മാസങ്ങൾക്ക് മുൻപാണ് ഇരവികുളം ദേശീയോദ്യാനം അടച്ചത്. പ്രജനന കാലം അവസാനിച്ചതോടെയാണ് വീണ്ടും സന്ദർശകർക്കായി തുറന്നിരിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് സന്ദർശകർക്കുള്ള പ്രവേശന സമയം. ജനുവരി 31 മുതലായിരുന്നു ഉദ്യാനം അടച്ചത്. പുതുതായി പിറക്കുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടക്കുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഈ കാലയളവിൽ പാർക്ക് അടച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം 827 വരയാടുകളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസ് പ്രകാരമുള്ളത്. കുട്ടികൾ ഒരു 144 കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെൻസസിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏപ്രിൽ 4-ാമത്തെ ആഴ്ചയാണ്
നമ്മൾ സെൻസസ് പ്ലാൻ ചെയ്യുന്നത്. ഈ സീസണിൽ ഇതുവരെ 80-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20-ന് ശേഷം ഇത്തവണത്തെ വരയാട് സെൻസസ് നടത്തുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ പുതുതായി പിറന്ന വരയാടിൻ കുഞ്ഞുങ്ങളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഉദ്യാനം തുറന്നതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ഇരവികുളത്ത് നിന്ന് ഒരു നല്ല കാഴ്ചയാണെങ്കിൽ മാങ്കുളത്തുകാർക്ക് പറയാനുള്ളത് ഒരു പരാതിയുടെ കാര്യമാണ്. പുഴ കടന്നു വേണം ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിദൂര ആദിവാസി മേഖലയായ മാങ്ങാപ്പാറ കുടിയിലേക്ക് എത്താൻ. എന്നാൽ പുഴയ്ക്ക് കുറുകെ ഒരു പാലം വേണമെന്ന ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാലം നിർമ്മിക്കും എന്ന വാഗ്ദാനങ്ങൾ പലതുണ്ടായെങ്കിലും ഈ വേനൽക്കാലത്തും ആ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ടില്ല. ഇടുക്കി ജില്ലയിലെ വിദൂര ആദിവാസി മേഖലകളിൽ ഒന്നാണ് മാങ്കുളം പഞ്ചായത്തിലെ മാങ്ങപ്പാറക്കുടി. പഞ്ചായത്ത് ആസ്ഥാനമായ മാങ്കുളം ടൗണിലേക്ക് കൂടി നിവാസികൾക്ക് എത്തണമെങ്കിൽ പുഴ കുറുകെ കടക്കണം. പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ വേനൽക്കാലത്ത് പുഴയിലൂടെ ജീപ്പുകൾ ഇറങ്ങി മറുകരയിലേക്ക് കടക്കും. എന്നാൽ കാലവർഷത്തിൽ പുഴയിൽ വെള്ളമുയരുന്നതോടെ യാത്ര ചെയ്യാൻ കഴിയാതെ മാങ്ങപ്പാറക്കുടിയിലെ ജനങ്ങൾ ദിവസങ്ങളോളം പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ടു പോകും. മഴക്കാലത്ത് അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പല ദിവസങ്ങളോളം ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതിരിക്കുന്ന സാഹചര്യമാണ്. പിന്നെ എന്തെങ്കിലും ആശുപത്രി കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ ഇങ്ങനെ കസേരയിൽ വെച്ച് എടുത്ത് കൊണ്ടുവന്നിട്ട് താഴെ ഒരു ചെറിയ നടപ്പാലം ഉണ്ട്. അതും പോകാനായിരിക്കുന്ന പാലമാണ്. അതിലെ കൂടെ കടന്ന് അക്കരെ കയറി വേണം ഒരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കാണെങ്കിലും പോകാനായിട്ട്. പതിറ്റാണ്ടുകളായി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയക്കാർ പാലം നിർമ്മിക്കുമെന്ന് വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും ഈ വേനൽക്കാലത്തും നാട്ടുകാർക്ക് നിരാശ മാത്രമാണ് ബാക്കി. മഴക്കാലത്ത് ആശുപത്രി ആവശ്യങ്ങൾക്കും കുട്ടികൾക്ക് സ്കൂളിൽ പോകുവാനും മറ്റു മാർഗങ്ങളില്ല. പട്ടികവർഗ വികസന വകുപ്പും മറ്റ് അധികൃതരും ഇടപെട്ട് മാങ്ങാപ്പാറക്കുടിയിലേക്ക് പാലം നിർമ്മിക്കാനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. നമ്മുടെ നാട് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ മാതൃകകൾ തീർക്കുന്നു എന്ന് നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴും പല ഭാഗത്തും ഈ മാലിന്യ നിക്ഷേപമൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിലെ റോഡിന്റെ ഇരുഭാഗങ്ങളും. മാലിന്യ നിക്ഷേപത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇതേ മാലിന്യത്തിൽ കിടന്ന ഒരു സമരം നടത്തിയിരിക്കുകയാണ് പ്രദേശവാസിയായ MJ ഷാജി. സിവിൽ സ്റ്റേഷൻ റോഡിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധിക്കുന്നു എന്ന പ്ലക്കാർഡ് കയ്യിൽ പിടിച്ചാണ് ഷാജി 4 മണിക്കൂറോളം ഈ മാലിന്യത്തിൽ കിടന്നത്. മാലിന്യം തള്ളുന്നതിനെതിരെ തള്ളിയ മാലിന്യം നീക്കാത്തതിനെതിരെയുമാണ് ഷാജി അതേ മാലിന്യത്തിൽ കിടന്ന് പ്രതിഷേധിച്ചത്. പായിപ്ര ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളുടെ അതിർത്തിയിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടുന്നതിനായി പ്രദേശവാസികൾ നിരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെയും ആരെയും കണ്ടെത്തിയിട്ടില്ല. നാട്ടുകാർ നിരവധി പ്രതിഷേധങ്ങളും പരാതികളും അധികൃതർക്ക് കൈമാറിയെങ്കിലും നാളിതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ റോഡിന്റെ ഇരുവശത്തുമായി അലക്ഷ്യമായിട്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുകയാണ്. അപ്പോൾ ഇത് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതികൂടെ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മാലിന്യങ്ങൾ ഈ റോഡിൽ കൂടി കിടക്കുവാണ്. അപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള ജനങ്ങൾ അത് തട്ടിമാറ്റി ഇട്ടിട്ടാണ് അവർ ബൈക്കിൽ പോകുന്നവരും വണ്ടി പോകുന്നവരും ഒക്കെ ഇതുവഴി സഞ്ചരിക്കുന്നത്. അത്രയ്ക്ക് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന മാലിന്യ നിക്ഷേപമാണ് ഇവിടെ കാണുന്നത്. ഈ മാലിന്യ നിക്ഷേപത്തിനെതിരെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം നടത്തുന്നത്. വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾക്ക് പുറമെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ വരെ ചാക്കുകളിലാക്കി ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നതായി നാട്ടുകാർ പറയുന്നു. കാക്കയുടെയും തെരുവുനായ്ക്കളുടെയും ശല്യവും ഈ പ്രദേശത്ത് അതിരൂക്ഷമാണ്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന വഴിയിൽ നിരവധി തവണ നായ്ക്കൾ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. രാത്രി റോഡിന്റെ നടുക്കിട്ടിട്ട് പോകുന്നത് ഞാൻ പല ദിവസങ്ങളിലും വെളുപ്പിനെ വരുമ്പോൾ ഇത് വലിയ കമ്പൊക്കെ വീട്ടിൽ വാക്കത്തി എടുത്തുകൊണ്ട് വെട്ടി കമ്പ് കൊണ്ട് തള്ളി നീക്കിയിടുക. ചാക്ക് സഹിതം വന്നിരുന്നത്. ഇത് ചാക്കോട് ഒരു ചാക്ക് 2 ചാക്കൊക്കെയാണ് ഇങ്ങനെ തള്ളിയിടുന്നത്. ഇതിനടുത്ത് തന്നെയാണ് വിമുക്ത ഭടന്മാരുടെ ക്ലിനിക്ക് പ്രവർത്തിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്കും ഈ മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധവും മറ്റും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. നഗരസഭകളും പഞ്ചായത്തുകളും ഉൾപ്പെടെ മാലിന്യമുക്തമാണെന്ന് പ്രഖ്യാപിച്ച് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കരസ്ഥമാക്കുന്ന സാഹചര്യത്തിലാണ് പായിപ്ര പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ. ന്യൂസ് 18 മൂവാറ്റുപുഴ. ശബരിമല ഉത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ്. രാവിലെ 9:45-നും 10:45-നും മധ്യേയാണ് കൊടിയേറ്റം.
ഉത്സവത്തിനും വിഷു പൂജകൾക്കും ശേഷം 18-ാം തീയതിയാണ് നടയടയ്ക്കുക. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഇനി വീണ്ടും ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് ശബരിമല. എങ്ങനെയൊക്കെയാണ് കൊടിയേറ്റ ചടങ്ങുകൾ ഇന്ന് ആരംഭിക്കുന്നത്? ശ്രീജ, പൈങ്കനി ഉത്രം ഉത്സവത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് ശബരിമല നട തുറന്നത്. ഇന്ന് രാവിലെ 9:45-നും 10:45-നും മധ്യയാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുക. തന്ത്രി രാജീവ് കണ്ഠര്, ബ്രഹ്മദത്തൻ, മേൽശാന്തി അരുൺകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഉത്സവത്തിന്റെ ഭാഗമായി നാളെ മുതൽ ഉത്സവബലി, മുളപൂജ, വിളക്കെഴുന്നള്ളിപ്പ്, ശ്രീഭൂതബലി, പള്ളിവേട്ട, ആറാട്ട് തുടങ്ങിയ വരും ദിവസങ്ങളിൽ നടക്കും. 11-ാം തീയതിക്ക് ശേഷം വൈകിട്ട് നടയടയ്ക്കുന്ന ശേഷം 12-ന് വീണ്ടും വിഷു പൂജകൾക്കായി തുറക്കും. 18 വരെയാണ് വിഷു പൂജകൾക്കായി നട തുറന്നിരിക്കുക. 14-ാം തീയതിയാണ് വിഷു ദർശനത്തിന് രാവിലെ 4 മണിയിൽ പുലർച്ചെ 4 മുതൽ 7 വരെയാണ് വിഷുക്കണി ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും അതിനുശേഷം 18-ാം തീയതി വൈകിട്ട് ഹരിവരാസനം പാടി നട അടയ്ക്കും. ഇന്നലെ നട തുറന്ന സമയം തന്നെ വലിയ തിരക്കുകൾ ഇന്നലെ സന്നിധാനത്ത് അനുഭവപ്പെട്ടില്ല. നേരിയ തോതിൽ മഴയും ഉണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ദർശനത്തിന് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാവുമെന്നാണ് ദേവസ്വം ബോർഡും കരുതുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ കൂടിയുള്ള കൊടിമരച്ചോട്ടിലുള്ള ദർശനത്തിന് പുറമെ ഫ്ലൈ ഓവർ വഴിയുള്ള ദർശനം കൂടി തിരക്ക് കൂടുകയാണെങ്കിൽ ക്രമീകരിക്കാൻ ഇപ്രാവശ്യം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ കൊടിമരച്ചോട്ടിൽ നിന്ന് നേരിട്ട് ശ്രീകോവിൽ ദർശനം നടത്താനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത്. അതൊരു പ്രായോഗികമല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ദർശനവും അതുപോലെ തന്നെ ഫ്ലൈ ഓവർ വഴിയും ശ്രീകോവിലിന് മുന്നിൽ കൂടിയുള്ള ദർശനം കൂടി നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. എന്തായാലും രാവിലെ 9:45-നും 10:45-നും മധ്യയാണ് പൈങ്കിനി ഉത്രം ഉത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുക. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല ഉത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ്. രാവിലെ 9:45-നും 10:45-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റം. പൂരോത്സവത്തിന്റെ ഭാഗമായി വടക്കൻ കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് ചങ്ങാത്തം ചോദിക്കൽ. പൂരോത്സവം നാടിനെ അറിയിക്കുന്ന ചടങ്ങാണിത്. കാസർഗോഡ് ചെറുവത്തൂരിലെ 2 ക്ഷേത്രങ്ങളിൽ ഇന്നും ചങ്ങാത്തം ചോദിക്കൽ അതേപോലെ നടത്തി വരുന്നുണ്ട്. പൂരക്കളി പന്തലിൽ നിന്നാണ് ബാല്യക്കാരുടെ സംഘം ആർപ്പ് വിളികളുമായി യാത്ര തിരിക്കുന്നത്. ആദ്യം തലക്കാട് ക്ഷേത്രത്തിൽ നിന്ന് തെക്കരുടെ ഭാഗത്തേക്കുള്ള സംഘവും അടുത്ത ദിവസം വടക്കരുടെ ഭാഗത്തേക്ക് അരയാം തുരുത്തി തറവാട്ടിൽ നിന്നും ബാല്യക്കാരുടെ സംഘവും യാത്ര തുടങ്ങും. വടക്കര ഭാഗത്തിലെ മുഴുവൻ പ്രാദേശികത്തിലും ഇവർ വീടുകളിൽ ഈ പൂരോത്സവത്തിനെ കുറിച്ച് അറിയിച്ച് തിരിച്ചു വരുന്ന ചടങ്ങാണ്. പോകുന്ന പോക്കിൽ എല്ലാ പുഴകളും നീന്തിക്കിടന്നാണ് ഇവർ വീടുകളിലേക്ക് എത്തിച്ചേരാം. വീടുകളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൽക്കാരത്തിന് വേണ്ടി ചിലയിടത്ത് ഭക്ഷണം, ചിലയിടത്ത് ഈ ഫ്രൂട്ട്സ് ഇതൊക്കെ ആക്കി വെച്ച് വളരെ ഭക്തിയാദരപൂർവ്വം അവരെ വരവേൽക്കാൻ വേണ്ടി വീട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ട്. ഒന്നിച്ചിറങ്ങുന്ന ബാല്യക്കാർ പിന്നീട് പല വഴിക്ക് ചെറു സംഘങ്ങളായി പിരിയും. വീടുകളിൽ കയറിയിറങ്ങുന്ന ബാല്യക്കാരെ വീട്ടുകാർ ഭക്ഷണമൊരുക്കി നിലവിളക്ക് തെളിയിച്ച് സ്വീകരിക്കും. ഞാനിവർ വന്നിരുന്നിറങ്ങി വരുമ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കും. പിന്നെ പലഹാരമാക്കും, ജ്യൂസാക്കും, ഇതെല്ലാം ഗ്ലാസ്സിൽ വെച്ചിട്ട് ഗ്ലാസ്സെല്ലാം കഴുകി വൃത്തിയാക്കി അതിൽ ഒഴിച്ച് വെക്കും. അവർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓടും. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് തന്നെ 60 വർഷത്തോളം അന്ന് മുതലേ ചെയ്യുന്നുണ്ട്. ചെറുവത്തൂർ, പടന്ന, വലിയപറമ്പ പഞ്ചായത്തുകളിലും നീലേശ്വരം, കാഞ്ഞങ്ങാട് നഗരസഭകളിലും ഉൾപ്പെടുന്നതാണ് കഴകത്തിന്റെ പരിധി. ഓടിയും പുഴകൾ നീന്തിയുമാണ് ബാല്യക്കാർ ഇവിടെയെല്ലാം എത്തുന്നത്. കഴകം പരിധിയിലെ 5000-ഓളം വീടുകളിലാണ് ഇവർ ചങ്ങാത്തം ചോദിച്ചു ചെല്ലേണ്ടത്. പാരമ്പര്യത്തിന്റെ തനിമയിൽ ക്ഷേത്രം ബാല്യക്കാർ ചങ്ങാത്തം ചോദിച്ച് വീടുകളിൽ എത്തുന്നത് നെല്ലിക്കാതുരുത്തിയിലും മായിച്ച ക്ഷേത്രത്തിലും മാത്രം കാണുന്ന അപൂർവതയാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. ഇനി ഈ കാഴ്ചകളിൽ നിന്ന് നമ്മൾ പോകുന്നത് ഒരു കായിക വാർത്തയിലേക്കാണ്. കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ ഇടുക്കി നെടുങ്കണ്ടം സ്റ്റേഡിയം പക്ഷേ ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശ പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് ഇപ്പോൾ ഇങ്ങനെ നാശത്തിന്റെ വക്കിലുള്ളത്. കിഫ്ബിയിൽ നിന്ന് 10 കോടിയും സർക്കാർ വിഹിതമായ 3 കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ 1 കോടി രൂപയും ചെലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് സ്റ്റേഡിയം പണിതത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 3-ന് ഉദ്ഘാടനവും നടന്നു. 1 വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബർമുഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത്. എന്നാൽ ഈ പുല്ല് നനയ്ക്കാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പൂർത്തിയാക്കിയിട്ടില്ല. അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരിക്കേണ്ടത്.
ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച 30ഓളം സ്പ്രിംഗ്ലർ വേണം. അതിൽ പകുതി പോലും സ്ഥാപിച്ചില്ല. ഇതിൻ്റെ അകത്ത് സ്പ്രിംഗ്ലർ സംവിധാനം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് മനസ്സിലാക്കി അവരെ നമ്മൾ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ 1 മാസം മുമ്പ് ഇവിടെ വന്ന പണികൾ പകുതിയാക്കി പിന്നെ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. അവർ അടിയന്തരമായിട്ട് അവരെ കൊണ്ട് തന്നെ നിയമ നടപടി സ്വീകരിച്ച് എത്രയും വേഗം അത് പണികൾ പൂർത്തിയാക്കാനുള്ള നടപടികൾ ഇനിയും സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഇത് വലിയ നാശത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 6 ഏക്കർ വരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടറുമുണ്ട്. ചെലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ തർക്കമുയർന്നതോടെ പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങി. ഒരു സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം കൂടെ നിർമ്മിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കിറ്റ്കോയ്ക്ക് വലിയ അലംഭാവം വന്നിരിക്കുന്നു. ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ കിറ്റ്കോയുടെ ഭാഗത്തെ വീഴ്ച കിറ്റ്കോ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന ആ തുകയും കൂടി എടുത്ത് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഏറ്റവും വേഗതയിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കിറ്റ്കോ നിയോഗിച്ച് കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല. വിഷയത്തിൽ കിഫ്ബിയുടെയും സർക്കാരിന്റെയും അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഇടുക്കിയിലെ കായിക പ്രേമികൾ. ന്യൂസ് 18 ഇടുക്കി. ഈ കാലമാകുമ്പോൾ എപ്പോഴും വരുന്ന ഒരു വാർത്തയാണ് നെല്ല് സംഭരണം വൈകുന്നതിനെ തുടർന്ന് കർഷകർക്കുണ്ടാകുന്ന പ്രതിസന്ധിയൊക്കെ. കേരളത്തിന്റെ ഒരു കാർഷിക മേഖലയിൽ ആയ പാലക്കാടും ആലപ്പുഴയിലും കുട്ടനാട്ടിലുമൊക്കെ ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. ഒരു കർഷകൻ തന്റെ കൃഷി ആരംഭിക്കും മുന്നേ തന്നെ അത് എന്ന് വിളവെടുക്കുമെന്നത് പാഡി ഓഫീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ദീർഘമായ ഒരു കാലയളവ് ഈ സംഭരണത്തിന്റെ തയ്യാറെടുപ്പിനായി കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് നെല്ല് സംഭരണം വൈകുന്നത്? മഴയെ പേടിച്ച് പാടശേഖരങ്ങളിൽ കൊയ്തിട്ട നെല്ലിന് കാവലിരിക്കേണ്ടി വരുന്ന കർഷകന്റെ ദുരിത ജീവിതവും ഒപ്പം ഈ ചൂഷണത്തിന് അവസരം മുതലാക്കി കാത്തു നിൽക്കുന്ന മില്ലുകളുടെ സമ്മർദ്ദ തന്ത്രവും, അങ്ങനെ കർഷകർ ഏറ്റവും പ്രതിസന്ധിയിലാവുന്ന ഒരു കാലത്ത് ഇത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് 18. മാനമൊന്നു കറുത്താൽ കുട്ടനാട്ടിലെ കർഷകന്റെ നെഞ്ചിൽ ഇനി ആദിയാണ്. മാസങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ അവൻ കൊയ്തിട്ട 100 മേനി വിളവിന് ആര് കാവലാകും? ഉരുകി ഉരുകി ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ. കർഷകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന ഓരോ നെൽമണിയും. പക്ഷേ ആ അധ്വാനത്തിന് സർക്കാരും മില്ലുകളും വില കൽപ്പിക്കുന്നില്ല. വേനൽ മഴ കൂടി അടുത്തതോടെ ഇപ്പോൾ ആദിയുടെ കാലമാണ് കുട്ടനാട്ടിലെ കർഷകർക്ക്. നെല്ല് സംഭരണം എത്ര വരെ എത്തി? ന്യൂസ് 18 പരിശോധിക്കുകയാണ്. തെക്കേ മേച്ചേരി വാക്കയും വടക്കേ മേച്ചേരിയും ഉൾപ്പെടെയുള്ള കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിൽ നെല്ല് പ്ലാസ്റ്റിക് ഷീറ്റുകൾ നിരത്തി കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. സംഭരണം എന്തായെന്ന് കർഷകർ തന്നെ പറയട്ടെ. 1ാം ക്ലാസ് നെല്ല, ഒരു കുഴപ്പമില്ലാത്ത നെല്ലാണ്. ഇത് ഇവർ വന്ന് നോക്കുക പോലും ചെയ്യാത്ത പരിവത്തിനിരിക്കുകയാണ്. കൃഷിക്കാരന് എങ്ങും കൊണ്ട് സംഭരിച്ചു വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. സൂക്ഷിച്ചാലും ഇതിനകത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മുഴുവൻ നശിക്കും. അവര് പറയുന്ന കിഴിവ് കൊടുക്കേണ്ടി വരും. പിന്നെ എങ്ങനെയെങ്കിലും മാറി പോകണ്ടേ? എഞ്ചിനീയർ ആയിരുന്ന ജോർജ് മാത്യു വാച്ചാപ്പറമ്പിൽ പാരമ്പര്യ കൃഷിയുടെ ഭാഗമായാണ് 200 ഏക്കറിൽ കൃഷി ആരംഭിച്ചത്. ഇപ്പോൾ പെട്ടുപോയ അവസ്ഥയാണ്. അല്ലേ തന്നെ കൃഷി നഷ്ടമാണ്. ആ കൂട്ടത്തിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്കാണ് മാറുകയാണ്. ഇതൊക്കെ കൃഷി ഇട്ടേച്ച് പോകുന്നില്ല എന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ തൊഴിൽ നമുക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ചെയ്തു പോകുന്നതാണ്. അതല്ല ഇത് ലാഭകരമായിട്ടൊന്നും അല്ല. മഴ പെയ്താൽ പിന്നെ ഈർപ്പത്തിന്റെ പേരിലാകും ചൂഷണം. അതിനായി മില്ലുകൾ സംഭരണം പരമാവധി വൈകിപ്പിക്കും. നല്ല നെല്ല് ഒരു മഴ പെയ്താൽ ഇതിൻ്റെ അടിമുടുക്കം കിളുക്കും, ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും. ഇത് ചെയ്യുന്നത് നമുക്കിത് മോയ്സ്ചർ റീഡിങ് കൂടും, ഇതെല്ലാം ചെയ്യും. ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ സംഭരിച്ചിരിക്കുന്ന നെല്ലാണ്. ആ നെല്ല് പിന്നെ സംഭരണം വൈകും തോറും മഴ പെയ്താൽ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ടാകും. ഒരു കിൻഡലിന് 7 കിലോ നെല്ല് സൗജന്യമായി വേണമെന്നാണ് മില്ലുകൾ ഒരു മനസാക്ഷിയുമില്ലാതെ വാശി പിടിക്കുന്നത്. ഈർപ്പ പരിശോധനയൊക്കെ വെറും തട്ടിപ്പെന്ന് കർഷകർ. പാടി ഓഫീസ് ഉപരോധ സമരം ഉൾപ്പെടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പാടശേഖര സമിതികൾ. അതേസമയം കിഴിവിനത്തിൽ മില്ലുകളുമായി വന്ന തർക്കം ഉടൻ പരിഹരിക്കുമെന്ന് സപ്ലൈകോ പറയുന്നു. കിഴിവിനത്തിൽ നൽകുന്ന നെല്ല് വരെ സ്വന്തം ചിലവിൽ കർഷകൻ ചുമന്ന് മില്ലുകാരന് വാഹനത്തിൽ എത്തിച്ചു നൽകണമെന്നറിയുമ്പോഴാണ് ചൂഷണത്തിന്റെ ആഴം ഞെട്ടിക്കുന്നതാകുന്നത്. പുഞ്ചകൃഷി കഴിയുന്ന കാലയളവ് മില്ലുകാരെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദ തന്ത്രങ്ങളുടെ കാലം കൂടിയാണ്. വേനൽ മഴയെ ഭയന്ന് പരമാവധി കിഴിവ് കർഷകരിൽ നിന്ന് ഈടാക്കാനുള്ള തന്ത്രമാണ് അവർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വലിയ നഷ്ടം സഹിച്ചാണ് പല കർഷകരും തങ്ങളുടെ നെല്ല് വിറ്റഴിക്കുന്നത്.
ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം കുട്ടനാട്ടിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നെൽ കർഷകന്റെ ഈ ദുരിത ജീവിതത്തിന് എന്നാണ് ഒരു അറുതി വരുന്നത്? എപ്പോഴാണ് സർക്കാർ അവരെ ഈ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അവർക്കൊരു സമാധാനപൂർണമായ കാർഷിക കലണ്ടർ സമ്മാനിക്കുന്നത് എന്നതൊക്കെ എപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. എന്തായാലും ഇതിൽ നിന്നൊക്കെ നമ്മൾ പോകുന്നത് കുറച്ച് പോസിറ്റീവായ ചിന്തകളിലേക്കാണ്. നല്ല വാക്ക് കണ്ട ശേഷം നമുക്ക് ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.